ഹലോ. അങ്ങനെ എറണാകുളത്തെത്തി ഞങ്ങളിത് സ്റ്റേ ചെയ്തത് ഇവിടെയാണ്. PWD റെസ്റ്റ് ഹൗസ് ആണ്. അപ്പോൾ ഗവൺമെന്റ് ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഹാഫ് പ്രൈസിന് നമുക്കിവിടെ റൂംസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങൾ അനിയത്തിമാർക്ക് ജോലി ഉണ്ടായിരുന്നതിന് 2 റൂം അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു റൂം ഞങ്ങൾ ഫുൾ എമൗണ്ട് കൊടുത്തെടുത്തു. പക്ഷെ നല്ലൊരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ ആ ഒരു മെട്രോ ലൈനൊക്കെ പോകുന്ന സെയിം സ്ഥലത്ത് തന്നെയാണ്. ഇടപ്പള്ളിയിൽ നിന്ന് കുറച്ച് ഒരു 1 കിലോമീറ്റർ മാത്രം വ്യത്യാസമുള്ള ആ ഒരു സ്ഥലം. പത്തടിപ്പാലം എന്നാണ് സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അനിയത്തിമാർ രണ്ടുപേരും കൂടെ രാവിലെ പോയി കോഫിയും ചായയൊക്കെ വാങ്ങിയിട്ട് വരികയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ഇറങ്ങാൻ. അങ്ങനെ ഞങ്ങളത് ഇറങ്ങിയിട്ടുണ്ട്. നേരെ പോയത് ബ്രോഡ്വേയിലോട്ടാണ് കേട്ടോ. ബ്രോഡ്വേയിൽ ആ ഒരു പർച്ചേസിങ്ങിന് പറ്റിയൊരു ഏരിയ ഉണ്ടെന്ന് അനിയത്തി എന്നെ തിരക്കി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അവളിവിടെയാണ് ഗവൺമെൻറ് ട്രസ്റ്റിൽ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്, കാക്കനാട് കേട്ടോ. അപ്പോൾ അവളിങ്ങനെ ഇവിടെ ഏരിയകളൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ട് ആ ഒരു ഡ്രസ്സൊക്കെ കുട്ടികൾക്ക് പറ്റിയ ഡ്രസ്സ് നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്നും ഇല്ലാത്ത ഡ്രസ്സല്ല, ഉള്ള സെയിം ഡ്രസ്സുകൾ തന്നെയാണ്. പക്ഷേ എമൗണ്ടിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. അങ്ങനെ മക്കൾക്കൊക്കെ കുറച്ച് 1 ജോഡി 2 ജോഡി അങ്ങനെ കുറച്ച് ഡ്രസ്സുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചുരിദാറിൻ്റെ ടോപ്പുകളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നല്ല ലാഭമുണ്ട്. നമ്മൾ ട്രിവാൻഡ്രത്ത് കിട്ടുന്നതിനേക്കാളും നല്ല എന്തോ ഒരു 500 രൂപയ്ക്ക് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ഡ്രസ്സ് എനിക്ക് തോന്നുന്നു ഒരു 350 രൂപയ്ക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളായിരുന്നു. എന്തായാലും ഇവിടെ ഡ്രസ്സും നോക്കി നിന്നാൽ കാര്യം നടക്കില്ല എന്ന് കരുതി ഞങ്ങൾ അവിടെ നിന്ന് നേരെ വിട്ടു. നേരെ പോയത് കൊച്ചി വാട്ടർ മെട്രോയിലേക്കാണ്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ അവിടെ ലോങ് ക്യൂ ആണ്. അപ്പോൾ കുറേ നേരം ക്യൂ നിന്നാൽ മാത്രമേ ടിക്കറ്റ് കൗണ്ടറിലോട്ട് എത്തിപ്പെടാൻ പറ്റൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് 2 പേര് ക്യൂവിൽ നിന്നിട്ട് ബാക്കി ഞങ്ങൾ അവിടെ റെസ്റ്റ് എടുത്തു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു 15-20 മിനിറ്റ് എടുത്തു എന്തായാലും ക്യൂ അവിടെ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ വാട്ടർ മെട്രോയിൽ കയറാൻ വേണ്ടി ദേ അകത്തോട്ട് കിടക്കുകയാണ്. അപ്പോൾ വാട്ടർ മെട്രോയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ചെന്നെത്തുന്നത് ഫോർട്ട് കൊച്ചിയിലേക്കാണ് കേട്ടോ. അവിടെ കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചെന്നിട്ട് നമുക്കതൊക്കെ കാണാം. അപ്പോൾ ടിക്കറ്റ് എടുത്ത് ഞങ്ങളെ വീണ്ടും അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തൊരു ലൈനാണ് കേട്ടോ. അവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സീറ്റുണ്ട്. ലൈനായിട്ട് നമ്മൾ ആ സീറ്റിൽ ഇരുന്നോണം. പിന്നെ വാപ്പച്ചിയും ഉമ്മച്ചിയും ഒരു സൈഡിലോട്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഒരുപാടങ്ങ് നടക്കണ്ടെന്ന് കരുതിയിട്ട് അവർ മെട്രോ ബോട്ട് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നേരിട്ട് കയറ്റാം. അങ്ങനെ ലൈനൊന്നും പിടിക്കേണ്ട കാര്യമില്ല എന്ന് വെച്ചിട്ട് അവരെ സൈഡിലോട്ട് ഇരുത്തി ഫസ്റ്റ് അങ്ങ് ഉള്ളിലോട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നേ. സംഭവം കൊള്ളാം കേട്ടോ. പക്ഷെ നമ്മൾ ഓപ്പൺ ബോട്ടിൽ പോകുന്ന ആ ഒരു ഫീലിംഗ് അല്ല കേട്ടോ ഇത്. ഒരു അടഞ്ഞ ഒരു ബോട്ട്, എന്തോ ബോട്ടിൽ പോകുന്നെന്നുള്ള ആ ഒരു എന്താ ആ ഒരു പ്രത്യേക ഒരു രസമില്ലായിരുന്നു. പക്ഷെ മോനത് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അവന് അതിൻ്റെ അടുത്തൂടെ തുറന്ന സ്ഥലത്ത് നിന്നിട്ടൊക്കെ ആൾക്കാർ ബോട്ടിൽ പോകുന്നുണ്ടായിരുന്നു. അതിലാണ് കയറേണ്ടത്, ഇതിൽ കയറി പോയിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നേ. പക്ഷേ ഇതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് ബോട്ടിൽ പോകുന്ന ഒരു ഫീലല്ല. എന്തോ ഇങ്ങനെ ഇരുന്നിട്ട് പക്ഷെ ഒരു ഒലച്ചിലോ ഒന്നുമില്ല. പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന തന്നെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഫോർട്ട് കൊച്ചിയിൽ എത്തുകയും ചെയ്തു. പക്ഷെ ഞങ്ങളിങ്ങനെ ബോട്ടിൽ പോകുന്ന സമയത്ത് കൊച്ചിൻ ഷിപ്പ് യാർഡൊക്കെ അടുത്ത് കാണുന്നുണ്ട്. അവിടെ ആ ഒരു ഷിപ്പുകൾ വന്ന് നിൽക്കുന്നതും കണ്ടെയ്നേഴ്സൊക്കെ ഇറക്കുന്നതും കയറ്റുന്നതും ഒക്കെ കാണുന്നുണ്ടായിരുന്നു. അടുത്ത് തന്നെയാണ്, തൊട്ട് ആ ഒരു സൈഡിൽ കൂടെ തന്നെയാണ് ബോട്ടും പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കിട്ടിയ സമയം പാഴാക്കണ്ടെന്ന് കരുതിയിട്ട് കുറച്ച് വീഡിയോസ് എടുക്കുന്നുണ്ട്, ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ മൂന്നാളും കൂടെ 3 സ്ഥലത്താണ് ആ ഒരു ബോട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാം, കുറച്ച് ഫോട്ടോ എടുക്കാൻ പെട്ടെന്ന് മൂന്നാളും കൂടെ ഒരിടത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിത് നല്ല അടിപൊളിയായിട്ടൊരു ട്രിപ്പായിരുന്നു. ഞങ്ങളങ്ങനെ ഒരു 15 മിനിറ്റ് യാത്ര ചെയ്തപ്പോൾ ഫോർട്ട് കൊച്ചിയിലെത്തി. ഫോർട്ട് കൊച്ചിയിൽ കുറച്ചധികം നേരം ചുറ്റിക്കറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈവനിങ് വരെ അവിടെയായിരുന്നു ഞങ്ങൾ ഫുള്ളായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. കാരണം എല്ലാം കൂടെ ആകുമ്പോൾ ലോങ് ആയിപ്പോവും. കാരണം നമ്മൾ ഇങ്ങനെ എറണാകുളത്തൊക്കെ പോകുമ്പോൾ നമുക്ക് കാണേണ്ട കുറേയധികം സ്ഥലങ്ങൾ ഫോർട്ട് കൊച്ചിയിലുണ്ട് കേട്ടോ. ഞങ്ങൾ ഒന്നും അവിടെ ഉണ്ടാവില്ല എന്ന് കരുതി ചെന്നതാണ്. പക്ഷേ ഞങ്ങളെ അത് എല്ലായിടവും കൊണ്ട് ചുറ്റി കാണിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് 2 ഓട്ടോക്കാരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർ ഞങ്ങളെ ഫുൾ ഫാമിലി 2 ഓട്ടോയിലായിട്ട് കയറ്റിയിട്ട് കാണേണ്ടതായിട്ടുള്ള മെയിനായിട്ടുള്ള കുറേ സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഓട്ടോ എടുത്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. എന്തായാലും വീണ്ടും കാണാം കേട്ടോ.